വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് വേണമെന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ മോക്ക് ടെസ്റ്റാണ്. ഇപ്പോൾ 25 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. എല്ലാ സബ്ജക്റ്റ്, അതായത് നമുക്ക് സിലബസിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് മിഷൻ LDC PDF ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മന്ത്ലി ഫീസ് 99 രൂപയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്, ഡെയിലി എക്സാം ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ CRT, NCRT, അതുപോലെ തന്നെ ടെസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. 10th പ്രിലിംസിൻ്റെ PDF നോട്ട് അവൈലബിൾ, താല്പര്യമുള്ളവർക്ക് അവൈലബിൾ ആണ്. 9496822117 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: നിലവിലെ കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ആര് എന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം: നിലവിലെ കേരള സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ആര്? മൂന്നാമത്തെ ചോദ്യം: വില്യം ഷേക്സ്പിയർ എഴുതിയ ലോക പ്രശസ്ത ദുരന്ത നാടകമായ ഹാംലെറ്റ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? നാലാമത്തെ ചോദ്യം: റോളിംഗ് പ്ലാൻ എന്ന സാമ്പത്തിക ആസൂത്രണ ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗുണ്ണാർ മിർദാലിന്റെ പ്രസിദ്ധമായ പുസ്തകം ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം: പ്രിവെൻഷൻ ഈസ് ഡാഷ് ദാൻ ക്യൂർ. ആറാമത്തെ ചോദ്യം: ദ ഡാഷ് പാർട്ട് ഓഫ് ദ ബുക്ക് ഈസ് വെരി ഡൾ. ഏഴാമത്തെ ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? എട്ടാമത്തെ ചോദ്യം: യൂറോപ്പിനെയും ആഫ്രിക്കയും വേർതിരിക്കുന്ന ഇടുങ്ങിയ ജലപാത ഏതാണ്? ഒൻപതാമത്തെ ചോദ്യം: തെക്കേ അമേരിക്കയിലെ പുൽമേടുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പത്താമത്തെ ചോദ്യം: 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? 11ാമത്തെ ചോദ്യം: കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ സ്വകാര്യ വാണിജ്യ ബാങ്ക് ഏതാണ്? 12ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ആകെ 15 വനിതാ അംഗങ്ങളിൽ എത്ര പേരായിരുന്നു മലയാളികൾ? 13ാമത്തെ ചോദ്യം: താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റുകളോ: ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനം, ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ്, ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ പോർച്ചുഗീസുകാർ, വാസ്കോഡ ഗാമ കാപ്പാടെത്തിയത് 1498 മെയ് 20. 14ാമത്തെ ചോദ്യം: ദാരിദ്ര്യം അളക്കുന്നതിനായി സെൻ സൂചിക വികസിപ്പിച്ച പ്രശസ്തനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? 15ാമത്തെ ചോദ്യം: ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? 16ാമത്തെ ചോദ്യം: 2026 ഫിഫ ലോകകപ്പ് എത്ര രാജ്യങ്ങളിലായിട്ടാണ് നടന്നത്? 17ാമത്തെ ചോദ്യം: ആദം നീ എവിടെയാകുന്നു ആരുടെ പുസ്തകമാണ്? 18ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആര്? 19ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ സസ്യങ്ങളിലെ ഇലകളുടെ ക്രമീകരണങ്ങളിൽ പെടാത്തത് ഏത്? 20ാമത്തെ ചോദ്യം: താഴെ പറയുന്ന കാർഷിക വിളയുടെ ജന്മദേശം എവിടെയാണ്? കൈതച്ചക്ക, മരിച്ചിനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പപ്പായ. 21ാം ചോദ്യം: ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന്? 22ാം ചോദ്യം: ഒരു ക്യൂവിൽ വിനീത മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 11ാമതുമാണ് എങ്കിൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? 23ാമത്തെ ചോദ്യം: ഹരിത കേരള മിഷൻ പദ്ധതി ആരംഭിച്ച വർഷമെന്ന്? 24ാം ചോദ്യം: കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്ന പേര്? 25ാം ചോദ്യം: താഴെ പറയുന്നതിൽ തെറ്റായത് ഏത്? അപ്പോൾ 25 ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിക്കാണും, ആൻസറും കിട്ടിക്കാണും. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. ഉത്തരവും അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: നിലവിലെ കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, വീരേന്ദ്രകുമാർ ആണ്. ഓക്കെ, വീരേന്ദ്രകുമാർ. അപ്പം നമുക്ക് നോക്കാം. ശിവരാജ് സിംഗ് ചൗഹാൻ ഏത് മന്ത്രിയാണ്? കേന്ദ്ര കർഷക
കർഷക മന്ത്രി അതുപോലെ തന്നെ കൃഷി മന്ത്രി അതുപോലെ തന്നെ കർഷക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, കർഷക ക്ഷേമ വകുപ്പ് അഗ്രികൾച്ചർ മിനിസ്റ്ററാണ് ആരെന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു ശിവരാജ് സിംഗ് ചൗഹാൻ. അടുത്ത് ജ്യോതിരാദിത്യ സിന്ധ്യ ഏത് വകുപ്പ്? കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ ജ്യോതിരാദിത്യ സിന്ധ്യ, ടെലികമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ടെലികമ്മ്യൂണിക്കേഷൻ മറന്നു വരുത്, ജ്യോതിരാദിത്യ സിന്ധ്യ. അടുത്ത സർബാനന്ദ സോനോവാൾ ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന? കേന്ദ്ര തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? സർബാനന്ദ സോനോവാളാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് രണ്ടാമത്തെ ചോദ്യം, നിലവിലെ കേരള സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് എം ലിജു ആണ്. എക്സൈസ് പ്രധാന വകുപ്പ് എക്സൈസ് സഹകരണം കൈകാര്യം ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ എം ലിജു ആണെന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത് AP അനിൽകുമാർ ഏത് വകുപ്പാണ്? റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? AP അനിൽകുമാറും. PC വിഷ്ണുനാഥ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? സിനിമ സാംസ്കാരികം. ഓക്കെ, ഇത് കൈകാര്യം ചെയ്യുന്ന PC വിശ്വനാഥും. N ശംസുദ്ദീൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ പൊതുവിദ്യാഭ്യാസമാണ്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസം ആരാ? റോജി M ജോണാണ്, മറന്നുപോയത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വില്യം ഷേക്സ്പിയർ എഴുതിയ ലോകപ്രശസ്ത ദുരന്ത നാടകമായ ഹാംലെറ്റ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരെന്നാണ് ചോദ്യം? ഓപ്ഷൻ എ ആണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഓക്കെ, അടുത്ത് മഹാകാവ്യം എഴുതാതെ മഹാകാവ്യ വ്യക്തിയാണ് ആര്? കുമാരനാശാൻ, മറന്നുപോകരുത്. അടുത്ത് നാലാമത്തെ ചോദ്യം, റോളിംഗ് പ്ലാൻ എന്ന സാമ്പത്തിക ആസൂത്രണ ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗുണ്ണാർ മിർണലിൻ്റെ പ്രസിദ്ധമായ പുസ്തകം ഏത് എന്നാണ് ചോദ്യം? ഓപ്ഷൻ ബി ആണ് ഏഷ്യൻ ഡ്രാമ, മറന്നുപോകരുത്, ഏഷ്യൻ ഡ്രാമ. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെയാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ദാദാഭായ് നവറോജിയാണ്, മറന്നുപോകരുത്, ദാദാഭായ് നവറോജി. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, പ്രിവെൻഷൻ ഈസ് ഡാഷ് ദാൻ ക്യൂർ എന്നാണ് ചോദ്യം. ഇംഗ്ലീഷിലെ ചോദ്യമാണ്. പ്രിവെൻഷൻ ഈസ് ഡാഷ് ദാൻ ക്യൂർ. ഓക്കെ, ഈ വാക്യത്തെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, രണ്ട് കാര്യങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്യുകയാണ്. ഏതിനൊക്കെയാണ്? പ്രിവെൻഷൻ അതുപോലെ തന്നെ ക്യൂറിനെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ താരതമ്യം ചെയ്യാൻ വേണ്ടി ഏതാ യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥങ്ങൾ ജസ്റ്റ് നോക്കാം. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നർത്ഥത്തിലാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഏറ്റവും നല്ലത്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അത് എവിടെ യൂസ് ചെയ്യുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, ഉദാഹരണത്തിന് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. അടുത്ത ബെറ്റർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് എന്നർത്ഥത്തിൽ, അതിനേക്കാൾ നല്ലത്. അത് ഏത് ഡിഗ്രിയിലാണ് യൂസ് ചെയ്യുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രിയിലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഓർത്ത് വയ്ക്കുക, അതിനേക്കാൾ നല്ലത്, ഭേദം എന്ന അർത്ഥത്തിൽ. അടുത്ത് ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്, പോസിറ്റീവ് ഡിഗ്രിയിൽ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഗുഡ് എന്ന് പറയുന്നത് നല്ലത്. ലെസ് എന്ന് പറഞ്ഞാൽ കുറവ്. അപ്പോൾ നമുക്ക് അർത്ഥം മനസ്സിലാക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ ആൻസർ കിട്ടുകയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഓപ്ഷൻ ബി ആണ് വരുന്നത്, ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ദാൻ എന്ന വാക്കുള്ളത് കൊണ്ട് അതിനുശേഷം എന്താണ്? അതിന് മുമ്പ് എന്താ വരിക? ബെറ്റർ എന്ന കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രിവെൻഷനെയും അതുപോലെ തന്നെ ക്യൂറിനെയും എന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്യുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഇത് വന്നു, ബെറ്റർ വന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ആറാമത്തെ ചോദ്യം, ദ ഡാഷ് പാർട്ട് ഓഫ് ബുക്ക് ഈസ് വെരി ഡൾ. ഡാഷ് പാർട്ട് ഓഫ് ബുക്ക് ഈസ് വെരി ഡൾ. ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഏതാ വരിക? ലേറ്റസ്റ്റ് ആയിരിക്കും വരിക, അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ലേറ്റസ്റ്റ് ആയിരിക്കും വരിക, അത് തെറ്റായതാണ്. ഇതിനകത്ത് ഈ വാക്ക് ലാസ്റ്റസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷ് വേർഡിലില്ല. ഇത് ശ്രദ്ധിക്കേണ്ടത് ദ ഡാഷ് പാർട്ട് ഓഫ് ദ ബുക്ക് ഈസ് വെരി, ഏതെങ്കിലും ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ദ ഡാഷ് പാർട്ട് ഓഫ് ദ ബുക്ക്, ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഈ ഭാഗം എന്താണ്? വളരെ ബോറാണ് അല്ലെങ്കിൽ വിരസമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ലേറ്ററിനെ എങ്ങനെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ലേറ്റർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഐ വിൽ കം ലേറ്റർ, ഞാൻ പിന്നീട്
പിന്നീട് വരാം, ഐ വിൽ കം ലേറ്റർ. അതായത് ഒരു സമയത്തെ കാണിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടൈമിനെ കാണിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ലേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ വരേണ്ടത് ഒരു ഭാഗത്തെ കാണിക്കുക, ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഭാഗത്തെ കാണിക്കാനാണ്. രണ്ടാം പകുതി അല്ലെങ്കിൽ അവസാന ഭാഗത്തെ സൂചിപ്പിക്കാൻ എന്താ യൂസ് ചെയ്യുന്നത്, ലേറ്റർ എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, LATTER. The later part of the book is very dull. ഇവിടെ ആൻസർ ഏതാ വരുന്നത്, ഓപ്ഷൻ ഡി ആണ്, ലേറ്റർ. ഓക്കെ, ക്ലിയർ. അടുത്ത 7ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് എന്നാണ് ചോദ്യം. ലോകത്തിലെ ആദ്യ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും, നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടിക്കാണും. ഏതാണ്, ഓപ്ഷൻ ബി ആണ്, അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന എന്നറിയപ്പെടുന്നത്. അമേരിക്കൻ ഭരണഘടനയാണ്. നിലവിലെന്ന വർഷം അറിയാം, 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ, ജെയിംസ് മാഡിസൺ. ഓക്കെ, ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങൾ ആമുഖത്തിൻ്റെ മാതൃക. ഓക്കെ, മൗലിക അവകാശങ്ങൾ ആമുഖത്തിൻ്റെ മാതൃക. അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ ഓർത്തുക. അതുപോലെ പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് രീതി. ഇതെല്ലാം എവിടെ നിന്നാണ്, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ചോദിച്ചാൽ ആരാണ്, ഇന്ത്യയാണ്. മറന്നു പോരുത്, കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെ വെച്ചാൽ അമേരിക്കയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, യൂറോപ്പിനെയും ആഫ്രിക്കയും വേർതിരിക്കുന്ന ഇടുങ്ങിയ ജലപാത ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജിബ്രാൾട്ടർ. ഏതാണ്, ജിബ്രാൾട്ടർ. അപ്പോൾ ജിബ്രാൾട്ടറിൽ ഏതൊക്കെ തമ്മിൽ വേർതിരിക്കുന്ന, യൂറോപ്പിനെയും ആഫ്രിക്കയും തമ്മിൽ വേർതിരിക്കുന്നു. അപ്പോൾ യൂറോപ്പും ആഫ്രിക്കയും തമ്മിൽ എന്തിനേക്ക് വേർതിരിക്കുന്നു, നമ്മുടെ സ്ഥലം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി എന്താ പറയേണ്ടത്, ഏതൊക്കെ സമുദ്രത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, അറ്റ്ലാന്റിക് സമുദ്രം. ഓക്കെ, അറ്റ്ലാന്റിക് സമുദ്രത്തെയും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീയെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഏത്, ജിബ്രാൾട്ടർ. തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് ജിബ്രാൾട്ടർ. ഓർത്ത് വയ്ക്കുക, ജിബ്രാൾട്ടർ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, പനാമയുണ്ട്. പനാമ എന്താ, വടക്കേ അമേരിക്കയും. ഓക്കെ, നോർത്ത് അമേരിക്കയും അതുപോലെ തന്നെ തെക്കേ അമേരിക്കയും സൗത്ത് അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്ന പനാമ കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സമുദ്രം എന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന്, പനാമ കനാൽ എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കേണ്ടത് ബെറിംഗ് കടലിടുക്ക് ഏതൊക്കെ തമ്മിലാണ്, ഏഷ്യയും അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്നത്. ഏഷ്യയും അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ബെറിംഗ് കടലിടുക്ക്. അടുത്ത് പാക് ജലസന്ധി അഥവാ പാക് സ്ട്രെയിറ്റ് ഏതൊക്കെ തമ്മിലാണ്, ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ശ്രദ്ധിച്ചോളാം, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നതാണ് പാക് ജലസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ. അടുത്ത 9ാമത്തെ ചോദ്യം, തെക്കേ അമേരിക്കയിലെ പുൽമേടുകൾ അറിയപ്പെടുന്ന ഏത് പേരിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെക്കേ അമേരിക്കയിലെ പുൽമേടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു, ഏത് പേരിലാണ്, തെക്കേ അമേരിക്കയിലെ പുൽമേടുകൾ ഏതാണ്, പാംബാസ്. ഓപ്ഷൻ ബി ആണ്, പാംബാസ്. ഓക്കെ, തെക്കേ അമേരിക്കയിലെ പുൽമേടുകൾ അറിയപ്പെടുന്ന പാംബാസ് ആണ്, മാറിപ്പോരുത്. ഓക്കെ, അത് ഈ പ്രധാനമായിട്ടും തെക്കേ അമേരിക്കയെ രാജ്യമായ അർജന്റീന അതുപോലെ തന്നെ ഉറുഗ്വയ് തുടങ്ങിയ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന വിശാലമായ മീതോഷ്ണ പുൽമേടുകളാണ് ഏതെന്ന് പറയുന്നത്, പാംബാസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പാംബാസ് തെക്കേ അമേരിക്ക രാജ്യങ്ങളായ അർജന്റീനയും അതുപോലെ ഉറുഗ്വയ് തുടങ്ങിയ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന വിശാലമായ മീതോഷ്ണയാണ്, അവിടെ ഓർത്ത് വയ്ക്കുക, മീതോഷ്ണ പുൽമേടുകളാണ് പാംബാസ്. അടുത്ത പേറിയുണ്ട്. പേറി പ്രത്യേകത, വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന മീതോഷ്ണ പുൽമേടുകളാണ്. ഓക്കെ, നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത് പിയറി എന്ന് പറയുന്നത് പിയറി. അടുത്ത് സാവന്യാണ്. എന്താണ്, പ്രധാനമായി ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ്. ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. അതെന്താണ്, ഉഷ്ണമേഖലാ പുൽമേടുകളാണ് സാവന്ന എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പീസ് ഉണ്ട്. സ്റ്റെപ്പീസ് എന്താ പ്രത്യേകത, യൂറോപ്പിലെയും ഏഷ്യയിലും വ്യാപിച്ചു കിടക്കുന്ന മീതോഷ്ണ പുൽമേടുകളാണ്. എവിടെയൊക്കെയാണ്, യൂറോപ്പിലും ഏഷ്യയിലും വ്യാപിച്ചു കിടക്കുന്നു സ്റ്റെപ്പീസ് എന്ന
അടുത്ത 10ാമത്തെ ചോദ്യം, 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, ഫിൻലാൻഡ് ആണ്. 1000 തടാകങ്ങളുടെ രാജ്യം എന്നറിയപ്പെടുന്ന ഫിൻലാൻഡിൽ ഏകദേശം 1,68,000 എന്തുണ്ട്, തടാകങ്ങളുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. 1,68,000 തടാകങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ 1000 തടാകങ്ങളുടെ നാട് എന്ന് ഫിൻലാൻഡിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്താണ് നോർവേയുടെ പ്രത്യേകത? നോർവേ അർദ്ധരാത്രിയിലെ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? നോർവേ ആണ്. സ്വിറ്റ്സർലൻഡ് എന്താ പ്രത്യേകത? യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. എന്താണ് കാനഡയുടെ പ്രത്യേകത? ലോകത്തെ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം എന്നറിയപ്പെടുന്ന ഏതാണ്? കാനഡയാണ്. ഓക്കെ, ലോകത്തെ ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം കാനഡ. കാനഡയുടെ തലസ്ഥാനം ഏതാ? ഒട്ടാവ. ഓർത്തേക്കുക, കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ. ക്ലിയർ. അടുത്ത 11ാമത്തെ ചോദ്യം, കേരളത്തിൽ സ്ഥാപിതമായ ആദ്യ സ്വകാര്യ വാണിജ്യ ബാങ്ക് ഏത് എന്നാണ് ചോദ്യം. എല്ലാവർക്കും ഉത്തരം കിട്ടി കാണും. സ്ഥിരമായിട്ട് മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നെടുങ്കാടി ബാങ്കാണ്. നെടുങ്കാടി ബാങ്ക് ആരാ സ്ഥാപിച്ചത്? അപ്പു നെടുങ്കാടി സ്ഥാപിച്ചതാണ്. അപ്പു നെടുങ്കാടി സ്ഥാപിച്ച ബാങ്കാണ് ഇതെന്ന് പറയുന്നത് നെടുങ്കാടി ബാങ്ക്. വർഷം ചോദിച്ചാൽ 1899 അപ്പു നെടുങ്കാടി ബാങ്ക് സ്ഥാപിക്കുന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. എവിടെ സ്ഥാപിച്ചു? കോഴിക്കോട് സ്ഥാപിച്ചതാണ് നെടുങ്കാടി ബാങ്ക് എന്ന് ഓർത്ത് വയ്ക്കുക. ഇത് 2003 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ എന്ത് ചെയ്യുന്നു? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിക്കുകയുണ്ടായി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 2003 ഏതിനെ? നെടുങ്കാടി ബാങ്കിനെ ലയിപ്പിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫെഡറൽ ബാങ്ക് ഉണ്ട്. ഫെഡറൽ ബാങ്ക് രൂപീകരിച്ച വർഷം അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം 1931 ഓർത്ത് വയ്ക്കാം. അത് എറണാകുളം ആസ്ഥാനമായി, ആലുവ ആസ്ഥാനമായാണ് അത് സ്ഥാപിതമായതെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 1929 തൃശ്ശൂർ ആസ്ഥാനമായാണ് സ്ഥാപിതമായതെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്. ധനലക്ഷ്മി ബാങ്ക് 1927 അതും തൃശ്ശൂർ ആസ്ഥാനമായിട്ടാണ് നിലവിൽ വന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത നമുക്ക് 12ാം ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതാ അംഗങ്ങളിൽ എത്ര പേരായിരുന്നു മലയാളികൾ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 3 പേരാണ്. ആരൊക്കെയാണത്? അമ്മു സ്വാമിനാഥൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഓക്കെ, അപ്പോൾ അമ്മു സ്വാമിനാഥനെയും ദാക്ഷായണി വേലായുധൻ ഏതിനെ പ്രതികരിച്ചാണ് പങ്കെടുത്തിരുന്നത്? മദ്രാസ് മണ്ഡലത്തെ പ്രതികരിച്ച്, മദ്രാസിനെ പ്രതികരിച്ച് പങ്കെടുത്തതായിരുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആമ്മു സ്വാമിനാഥനും ദാക്ഷായണി. ഈ ദാക്ഷായണി വേലായുധന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ദളിത് വനിത എന്ന് ചോദിച്ചാൽ ആരാണ്? ദളിത് വനിത എന്ന് വെച്ചാൽ ദാക്ഷായണി വേലായുധൻ. അടുത്ത് ആനി മസ്ക്രീൻ എന്താ പ്രത്യേകത? എവിടെ പ്രതികരിച്ച് പങ്കെടുത്തത്? തിരുവിതാംകൂറിനെയും കൊച്ചിയും പ്രതികരിച്ച് പങ്കെടുത്തത് ആനി മസ്ക്രീനാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക എന്നാണ് ചോദ്യം. ആദ്യ സ്റ്റേറ്റ്മെന്റ്, ആധുനിക ഇന്ത്യ ചരിത്രത്തിലേക്ക് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയെ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയിൽ എത്തിയ ആദ്യ വിദേശികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യം വന്നത് അറബികളാണെന്ന് ഓർക്കുക. അറബികൾ. ഓക്കെ, ആദ്യം വന്നത് അറബികളാണ്. ഇനി വാസ്കോ ഡ ഗാമ കാപ്പാട് എത്തിയത് 1498 മെയ് 20. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. യൂറോപ്യൻ ആഗമനം എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് സിലബസിലെ ഫസ്റ്റ് കാണുന്ന ടോപ്പിക്കാണത്. ഓക്കെ, അടുത്ത 14ാമത്തെ ചോദ്യം, ദാരിദ്ര്യം അളക്കുന്നതിനായി സെൻസ് സൂചിക വികസിപ്പിച്ച പ്രശസ്തനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം. സിമ്പിളാണ്. ഓപ്ഷൻ സി ആണ്, അമർത്യ സെൻ. ഓക്കെ, ഇതിലും തന്നെ നമ്മൾ സെൻ എന്ന ഇൻഡെക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മയിൽ വരും. അപ്പോൾ അമർത്യ സെൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇദ്ദേഹം 1998 അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? നോബൽ പ്രൈസ് കിട്ടുന്നു. ആർക്ക്? അമർത്യ സെന്നിന് നോബൽ പ്രൈസ് കിട്ടുന്നു 1998. എന്നാൽ ഇന്ത്യ ഭാരതരത്നം നൽകുന്നത് 1999 ഭാരതരത്നം 1999. 98 അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? നോബൽ പ്രൈസ് കിട്ടുന്നു. ഈ സെൻ ഇൻഡെക്സ് അദ്ദേഹം വികസിപ്പിച്ച വർഷം എന്ന 1976 ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇവിടെ ഈ അഭിജിത്ത് ബാനർജി ഉണ്ട്. എന്താ പ്രത്യേകത? 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് അഭിജിത്ത് ബാനർജി.
മൻമോഹൻ സിംഗ് നമുക്കറിയാം, മുൻ പ്രധാനമന്ത്രിയാണ്. 1991 ഇന്ത്യ നടപ്പിലാക്കിയ സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ പ്രധാന ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. അടുത്ത വി റാവു. എന്താ പ്രത്യേകത? ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ ദേശീയ വരുമാനം ശാസ്ത്രീയമായ രീതിയിൽ കണക്കാക്കിയ പ്രമുഖനാണ് ആര്? വി.കെ.ആർ.വി. റാവു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 15ാമത്തെ ചോദ്യം മലയാളത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ആഗമസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാ? ഉത്തരം ഓപ്ഷൻ എ ആണ്, കറിയുപ്പ്. ആഗമസന്ധിക്ക് ഉദാഹരണം കറിയുപ്പ്. അപ്പോൾ എന്താണ് ആഗമസന്ധി എന്ന് ചോദിച്ചാൽ, രണ്ട് പദങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ അവയ്ക്കിടയിൽ പുതുതായി ഒരു അക്ഷരം വന്ന് ചേരുന്നതിനെയാണ് എന്തെന്ന് പറയുക? ആഗമസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറിയുപ്പിനെ ഭരിച്ചെഴുതി അങ്ങനെ കറി അധികം ഉപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? കറിയുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് നോക്കാം. ഇവിടെ കറി, ഉപ്പ് എന്നീ വാക്കുകൾ ചേർന്നപ്പോൾ എന്താണ്? നടുവിൽ യ് എന്നൊരു അക്ഷരം പുതുതായി വന്നു ചേർന്നു. അതാണ് കറി ഉപ്പായിട്ട് മാറിയത്. ഓക്കെ, അതായത് കറി അധികം ഉപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? കറിയുപ്പ്. ക്ലിയർ? ഓർത്ത് വെച്ച് പഠിക്കുക. അടുത്ത് നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. പോയില്ല എങ്ങനെ പിരിച്ചെഴുതും? പോയി അധികം ഇല്ല എന്നാണ്. പോയി അധികം ഇല്ല. ഓക്കെ, പോയി അധികം ഇല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? അല്ലേ, ഈ അക്ഷരം എന്ത് ചെയ്തു? ലോപിച്ചു. ഓക്കെ, അവിടെ പോയില്ല എന്നുള്ളത് ഈ അക്ഷരം ഈ അവിടെ ലോപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്തൊരു സന്ധിയാണ്? ലോപസന്ധിയാണ് എന്ന് പറയുന്നത്. പോയില്ല എന്നുള്ളത് ലോപസന്ധി. ഇനി അദ്ദേഹത്തെ എങ്ങനെ പിരിച്ചെഴുതാം? അത് അധികം ഏകം. ഓക്കെ, അത് അധികം ഏകം. ഇതെന്താ? ആദേശസന്ധിയാണ്. എന്താ ആദേശസന്ധി എന്ന് പറയുന്നത്? ഇവിടെ ത് എന്ന അക്ഷരത്തിന് പകരം എന്ത് ചെയ്തു? ഹ് എന്നീ അക്ഷരങ്ങൾ എന്ന് വന്ന് ആദേശമായി ചേർന്നു. അതുകൊണ്ടാണ് ഇത് ആദേശസന്ധി എന്ന് പറയുന്നത്. അദ്ദേഹം. ഇനി അടുത്ത കലവറയുണ്ട്. കലവറയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കല അധികം അറ ആണ് കല പറയുന്നത്. ലോപിക്കുകയാണ് ചെയ്തത്. ഏത് ലോപിച്ചു? കലം അധികം അറയല്ലേ കലവറ. മകാരം അമ്മടയാളം. ഇവിടുത്തെ കലം എന്നുള്ളതാണ്. കലം അധികം അറയാണല്ലോ കലവറ എന്ന് പറയുന്നത്. ഓക്കെ, അടയാളം എന്ത് ചെയ്തു? ലോപിച്ചു. ഇത് ലോപസന്ധിയാണ്. ക്ലിയർ? ഓക്കെ, അടുത്ത 16ാമത്തെ ചോദ്യം. ഈ 2026 ഫിഫ ലോകകപ്പ് എത്ര രാജ്യങ്ങളായിട്ടാണ് നടന്നത് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. 3 രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ. ഓക്കെ, ഇത് 3 രാജ്യങ്ങളായിട്ട് നടന്നത്. USA തലസ്ഥാനം വാഷിംഗ്ടൺ DC, മെക്സിക്കോയുടെ തലസ്ഥാനം മെക്സിക്കൻ അതിൻ്റെ കൂടെ സിറ്റി കൂടെ ചേർത്ത് മെക്സിക്കൻ സിറ്റി. കാനഡ തലസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒട്ടാവ എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുത്ത വേൾഡ് കപ്പാണ് ഫിഫ വേൾഡ് കപ്പ്. എത്ര രാജ്യങ്ങളെന്ന് വെച്ചാൽ 48 രാജ്യങ്ങൾ പങ്കെടുത്തു. അതിൽ ഏറ്റവും ചെറിയ രാജ്യം കുറക്കാവോ. രാജ്യങ്ങളെ ഒന്ന് കുറയ്ക്കാവോ എന്നിങ്ങനെ ഓർത്ത് വയ്ക്കുക. കുറക്കാവോ. ഓക്കെ, കുറക്കാവോ എന്ന രാജ്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കേപ്പ് വെർദെയാണ്. കേപ്പ് വെർദെക്കാളും ചെറിയ രാജ്യമാണ് ഇതെന്ന് പറയുന്നത് കുറക്കാവോ എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? അടുത്ത വിജയിച്ചതാരാ? 2026 ഫിഫ വേൾഡ് കപ്പ് ജയിച്ചത് സ്പെയിനാണ് വിജയിച്ചത്. റണ്ണറപ്പ് ആയത് അർജന്റീന എന്ന് ഓർത്ത് വയ്ക്കുക. ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാബെ. ഫ്രാൻസിൻ്റെ കിലിയൻ എംബാബെയാണ് ഗോൾഡൻ ബൂട്ട് നേടിയത്. 3ാം സ്ഥാനത്തെത്തിയത് ഇംഗ്ലണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. 4ാം സ്ഥാനത്തെത്തിയത് ഫ്രാൻസാണ്. ക്ലിയർ? മറന്നു പോയത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്ത 17ാമത്തെ ചോദ്യം. ആദം നീ എവിടെയാകുന്നു ആരുടെ പുസ്തകമെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് വി.ഡി. സതീശൻ്റെ പുസ്തകം. കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. എത്രാമത്തെ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ 24ാമത്തെ മുഖ്യമന്ത്രിയും 13ാമത്തെ വ്യക്തിയുമാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന വകുപ്പുകൾ പൊതുഭരണം, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ്, പൊതുഭരണം, തുറമുഖം, നിയമം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി.ഡി. സതീശനാണെന്ന് ഓർത്ത് വയ്ക്കുക. മറന്നു പോകരുത്. ഓക്കെ, അടുത്ത 18ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ആർ വെങ്കിട്ടരമണിയാണ്. അറ്റോർണി ജനറൽ ആരാണ്? വെങ്കിട്ടരമണി. ഓക്കെ, അപ്പോൾ അറ്റോർണി ജനറലെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ 76. മറന്നുപോയത് ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഓപ്ഷൻസിൽ എസ് ജയശങ്കർ. എന്താ പ്രത്യേകത?
കേന്ദ്ര എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരെന്ന് വെച്ചാൽ എസ് ജയശങ്കറാണ്. സൂര്യകാന്ത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഈ പേര് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ നമ്മുടെ ജന്തർ മന്ദിറിൽ നടക്കുന്ന ജന്തർ മന്ദിർ 4 സ്ഥലങ്ങളിലുണ്ട് എന്ന് ഓർത്തു വയ്ക്കുക. 5 സ്ഥലങ്ങളിലുണ്ട്, അതിൽ ഒരെണ്ണം നശിച്ചുപോയി. അപ്പോൾ സൂര്യകാന്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു പ്രൊട്ടസ്റ്റ്, അതായത് CJP എന്നൊരു പാർട്ടി രൂപീകരിക്കുന്നതിന് കാരണമായത് കോക്രോച്ച് ജനതാ പാർട്ടി. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ യൂത്തിനെ കോക്രോച്ച് എന്ന് പരാമർശിക്കുകയുണ്ടായി. ആ പരാമർശമാണ് CJP പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമായത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പ്രധാനപ്പെട്ടതാണ്. അടുത്ത സൗമ്യൻ സെൻ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്? സൗമ്യൻ സെൻ എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ. അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഈ സസ്യങ്ങളുടെ ഇലകളുടെ ക്രമീകരണങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ത്രികോണ വിന്യാസം. ഓക്കെ, ഏകാന്തര വിന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പർവ്വത്തിൽ നിന്ന്, ഒരു മുകുളത്തിൽ നിന്ന് എന്താണ്, ഇരുവശത്തേക്കും ഒരില എന്ന രീതിയിൽ വിന്യസിക്കുന്നതാണ് എന്ന് പറയുന്നത് ഏകാന്ത വിന്യാസം എന്ന് പറയുന്നത്. അത് ചെമ്പരത്തി ഉദാഹരണമാണ്. നിങ്ങളത് ഓർത്ത് വയ്ക്കുക, അത് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ നോക്കിയത്. ഇനി എതിർവിന്യാസം എന്ന് വെച്ചാൽ ഒരു പർവ്വത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഇരുവശത്തേക്കും ഓരോ ഇലകൾ എന്ന രീതിയിൽ ക്രമീകരിക്കുന്നതാണ് എതിർവിന്യാസം എന്ന് പറയുന്നത്. കാപ്പിച്ചെടിയുടെ എതിർവിന്യാസമാണ്. ഇനി സർപ്പിള വിന്യാസം എന്ന് ഒരു പർവ്വത്തിൽ നിന്ന് ചുറ്റും 3 or 4 അതിലധികമോ ഇലകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയാണ് സർപ്പിള വിന്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഉത്തരം ത്രികോണ വിന്യാസമാണ്. ബാക്കിയെല്ലാം ഇലകളുടെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അടുത്ത 20ാം ചോദ്യം, താഴെ പറയുന്ന കാർഷിക വിളയുടെ ജന്മദേശം എവിടെയാണ് എന്നാണ് ചോദ്യം. അതായത് കൈതച്ചക്ക, മരിച്ചിനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പപ്പായ എന്നിവ അമേരിക്കയാണ് ജന്മദേശം. ഓക്കെ, അടുത്ത 21ാം ചോദ്യം, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ആയിട്ട് ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ്? സലീം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. സലീം അലിയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് എന്തൊക്കെയാണ്? ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്നത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പുസ്തകമാണ്. അതുപോലെ തന്നെ ബേർഡ്സ് ഓഫ് കേരള എന്നത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ചോദിച്ചാൽ ഒരു കുരുവിയുടെ പതനം. ഓക്കെ, ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ഒരു ക്യൂവിൽ വിനീത മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 11ാമതുമാണെങ്കിൽ ക്യൂവിൽ എത്ര പേര് ഉണ്ട് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 10ാമത് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നിൽ നിന്ന് എത്രാമത്? 11ാമതാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ 21 കിട്ടും. 21 കിട്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരെണ്ണം മൈനസ് ചെയ്യുക, 20 എന്ന് ഉത്തരം കിട്ടും കേട്ടോ. കാരണം എന്ന് പറയുന്നത് 10ാമത് എന്ന് പറയുന്നുണ്ട്, 11ാമത് പറയുന്നത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരണതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുറയ്ക്കണമെന്ന് പറയുന്ന. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 23ാമത്തെ ചോദ്യം, ഹരിത കേരള മിഷൻ പദ്ധതി ആരംഭിച്ച വർഷം എന്നതാണ് ചോദ്യം. ഹരിത കേരള മിഷൻ ഓപ്ഷൻ സി ആണ് ഉത്തരം. 2016 ഡിസംബർ 8 ഹരിത കേരള മിഷൻ പദ്ധതി ആരംഭിച്ചത്. അടുത്ത 24ാം ചോദ്യം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്ന പേര് എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, ബഗ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബഗ്. ഓക്കെ, അടുത്ത 25ാം ചോദ്യം, താഴെ പറയുന്നതിൽ തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. പറങ്കികൾ എന്ന പോർച്ചുഗീസ് ശരിയാണ്, പരന്തീസുകാർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരാണ് ശരിയാണ്, ലന്തക്കാർ എന്ന് പറഞ്ഞാൽ ഡച്ചുകാരാണ് ശരിയാണ്, യവനർ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരല്ല ഗ്രീക്കുകാരെയാണ് എന്തെന്ന് പറയുന്നത്, യവനർ എന്നറിയപ്പെടുന്ന ഗ്രീക്കുകാരാണ്. ഓക്കെ, ഇംഗ്ലീഷുകാരല്ല. ക്ലിയർ. അപ്പോൾ 25 മാർക്കിന് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് അടുത്ത എക്സാം വീണ്ടും ഉണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.